മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടത് 360-ലധികം +1 ബാച്ചുകൾ. മലപ്പുറത്ത് സീറ്റില്ലാത്ത 9,944 വിദ്യാർത്ഥികൾക്കായി വേണ്ടത് 198 ബാച്ചുകളാണ്. പാലക്കാട് 88 ബാച്ചും കോഴിക്കോട് 46 ബാച്ചും അധികമായി വേണം. മലപ്പുറത്തെ +1 പ്രതിസന്ധിയിൽ നിയമസഭയിലെ കണക്കുകളിൽ ഉറച്ചുനിന്ന് മന്ത്രി വി ശിവൻകുട്ടി. 7000 സീറ്റുകൾ മാത്രമേ കുറവുള്ളൂ, അതിനപ്പുറമുള്ള കണക്ക് തന്റെ കയ്യിലില്ല. അധിക ബാച്ച് വിഷയത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് കിട്ടിയെന്നും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടി എന്നും മന്ത്രി പറഞ്ഞു. സീറ്റുകളുടെ കുറവിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടി 2 ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തിയിരുന്നു. അവരെ പരിശോധിച്ച ശേഷം ഇന്നലെ കൊണ്ട് മന്ത്രി എന്റെ റിപ്പോർട്ട് എന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷം കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാൻ പറ്റുന്ന രൂപത്തിലായി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം. മിനിസ്റ്റർ നേരത്തെ മലപ്പുറത്തെ 7000 സീറ്റിന്റെ കുറവ് വരുള്ളൂ എന്നാണ് ഈ അലോട്ട്മെന്റ് വരുന്നത് മിനിസ്റ്റർ നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം 16,000 അപേക്ഷകൾ പെൻഡിംഗ് ആണ് പറയുന്നത്. എന്റെ 16,000 കണക്കില്ല, നിങ്ങളുടെ കണക്കാണ്. അത്രയില്ല. ഇപ്പൊ നിലവിൽ എത്ര ഒഴിവുണ്ടെന്നുള്ള അവസ്ഥ ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ പറഞ്ഞല്ലോ 7500-ൽ സംതിങ്ങിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അത് അന്വേഷണം നടത്തി ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ 16,000 20,000 കണക്ക് വെച്ച് എന്റെ ഉള്ള കണക്കല്ല, അത് നിങ്ങളുടെ കണക്കാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരിമോഹനും മുഹമ്മദ് അസ്ലവും ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്കുകൾ ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത്രയധികം തെളിവുകളും ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടും അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ധന്യ, കണക്ക് കൂട്ടുന്നതിൽ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പുറകോട്ട് തന്നെയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. നിയമസഭയിലടക്കം അവതരിപ്പിച്ച കണക്കുകളിൽ ഗുരുതരമായ പിഴവുണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ അതേ കണക്കുകൾ തന്നെ ആവർത്തിക്കുകയാണ്. അതും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് കണക്കുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മന്ത്രി തന്റെ കണക്കുകളിൽ തന്റേതായി മാത്രം പുറത്തുവന്ന കണക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതായത് 16,881 അപേക്ഷകൾ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഔദ്യോഗികമായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തുവിട്ട കണക്കുകളാണ്. അതിനകത്ത് ഇനിയിപ്പോൾ ഒഴിവുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് 6,888 മാത്രമാണ്. അതായത് 10,000-ഓളം സീറ്റുകളുടെ കുറവ്, അല്ലെങ്കിൽ 10,000-ഓളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ വരുന്ന അവസ്ഥ മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷേ ഇന്ന് മന്ത്രിയോട് നമ്മൾ അതേക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ആവർത്തിച്ച് ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി പ്രകോപിതനാവുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കുറച്ചും കണ്ടതാണ്. അതായത് മന്ത്രി പറയുന്നത് 7000 സീറ്റുകൾ കുറവുണ്ട് എന്നുള്ളതിന്റെ കണക്ക് മാത്രമേ തന്റെ കയ്യിലുള്ളൂ. ഈ 10,000-ന്റെയും 20,000-ന്റെയും ഒക്കെ കണക്ക് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളതെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷെ അത് നമ്മുടെ കയ്യിലുള്ള കണക്കുകളല്ല എന്നുള്ളതാണ്. അത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കണക്കുകളാണ്. പക്ഷെ മന്ത്രി അത് അംഗീകരിക്കുന്നില്ല. ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞു വെക്കുന്നത് വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിനകത്ത് പറയുന്ന അധിക ബാച്ചിന്റെ ശുപാർശയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചോദ്യത്തിൽ മന്ത്രി കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ എന്നുള്ളതാണ് മന്ത്രിയുടെ ചോദ്യം. അതിൽ ഇപ്പോഴും മന്ത്രി ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. മന്ത്രിയോട് ആവർത്തിച്ച് ആ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. അതായത് പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണല്ലേ അത് എന്നുള്ള ചോദ്യത്തിനൊന്നും മന്ത്രി പ്രതികരിക്കുന്നതില്ല കണ്ടില്ല. മന്ത്രി ആകെ പറയുന്നത് താൻ നിയമസഭയിൽ പറഞ്ഞ കണക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു. അതായത് 7,000-ഓളം സീറ്റുകളുടെ കുറവ് മാത്രമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം തന്നെ മന്ത്രി ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയോ എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയാണ് മന്ത്രി. എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾക്ക് അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമായിരിക്കും തുടർ നടപടി എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിദഗ്ധ സമിതി റിപ്പോർട്ട് കിട്ടി എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമായിരിക്കും തുടർ നടപടി എന്നുള്ളതും വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ആ നടപടി എന്നാണ് എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം 8-ാം തീയതിയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയിലേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഹരി ഒന്ന് തുടരാമോ? മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, ഇവിടെ കണക്കുകൾ ഇപ്പം നേരത്തെ ഹരി പറഞ്ഞതുപോലെ മന്ത്രിയുടെ കണക്കുകൾ ശരിയാവുന്നില്ല. കൃത്യമായിട്ടൊരു കണക്ക് ഇല്ലെങ്കിൽ ഒരു വ്യക്തത ഇതിൽ വരാൻ ഔദ്യോഗികമായിട്ട് ഇവരെ ഒരു കണക്കും പുറത്തുവിടുന്നുമില്ല. അപ്പം യാഥാർത്ഥ്യം എന്ത് എന്നത് അറിയിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് മലബാറിലെ ഇത്ര വലിയ പ്രതിസന്ധി, അത് കൂടുതൽ മലപ്പുറത്താണ്, എങ്ങനെയാണ് ആ കണക്കുകൾ?
ധന്യ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് തന്നെ, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെ സപ്ലിമെന്ററി അപേക്ഷകൾ സ്വീകരിച്ച് പൂർത്തിയായതിനു ശേഷം ഇന്നലെ അതിന്റെ വെബ്സൈറ്റിലൂടെ HSCAP എന്ന വെബ്സൈറ്റിലൂടെ തന്നെ നിലവിലുള്ള സപ്ലിമെന്ററി അപേക്ഷകൾ, അതായത് നിലവിൽ സീറ്റ് അന്വേഷിക്കുന്നവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രകാരമാണ് മലപ്പുറത്ത് 16,881 വിദ്യാർത്ഥികളാണ് സീറ്റിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളത് ആ കണക്കും അവർ തന്നെ, അതായത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെ പുറത്തുവിട്ടതാണ്. അത് ഏതൊക്കെ സീറ്റുകളുടെ ഒഴിവുകൾ എന്നുള്ളത് സപ്ലിമെൻ്ററി അപേക്ഷ ക്ഷണിച്ചപ്പോൾ തന്നെ പുറത്തുവിട്ടതാണ്. അത് നമ്മൾ കണക്കൂട്ടിയെടുക്കുമ്പോൾ 6,937 സീറ്റുകൾ മാത്രമാണ് അവിടെ ഇനി ഒഴിവുള്ളത്. അതായത് അവിടെ മാത്രം 9,944, 10,000-ഓളം സീറ്റുകളുടെ കുറവുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ അവിടെ മാത്രം 198 ബാച്ചുകൾ മലപ്പുറത്ത് അനുവദിക്കേണ്ടി വരും. പാലക്കാടാണ് അത് കഴിഞ്ഞ ഏറ്റവും പ്രതിസന്ധിയുള്ള സ്ഥലം. അവിടെ 8,139 പേരാണ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. 3,712 സീറ്റുകൾ മാത്രമേ അവിടെയുള്ളൂ. അവിടെ 4,427 സീറ്റുകൾ അധികമായി വേണ്ടിവരും. അതായത് 88 ബാച്ചുകൾ അവിടെ വേണ്ടിവരും. കോഴിക്കോട് ജില്ല നമ്മൾ എടുക്കുകയാണെങ്കിൽ 6,937 പേര് അപേക്ഷയിൽ അവർക്ക് ഇനിയും 7,192 പേർ അപേക്ഷയിൽ 4,888 സീറ്റുകൾ അവിടെയുണ്ട്. അവിടെ 2,300 സീറ്റിൻ്റെ കുറവാണുള്ളത്. 46 ബാച്ചുകൾ, അതായത് മലപ്പുറത്ത് 198ഉം പാലക്കാട് 88ഉം കോഴിക്കോട് 42 ഉൾപ്പെടെ 360 ബാച്ചുകൾ, അധിക ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ മലബാറിലെ 5 ജില്ലകളിൽ, പ്രധാനമായും 5 ജില്ലകളിൽ അവിടുത്തെ ഇപ്പോൾ നിലവിൽ അപേക്ഷകരെ അവർക്ക് ആവശ്യമായ സീറ്റ് നൽകാൻ കഴിയുള്ളൂ. അത് ഏറ്റവും പുതിയ കണക്കാണ്. നമുക്കറിയാം സപ്ലിമെൻ്ററി അപേക്ഷകളിൽ കുറേ ആൾക്കാരെ ഒഴിവാക്കിയിരുന്നു. ആദ്യ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത കുറേ ആൾക്കാരെ ഒഴിവാക്കി. അവരെയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം സർക്കാർ തന്നെ ഒരുപക്ഷെ വേർതിരിച്ചെടുത്ത അല്ലെങ്കിൽ അരിച്ചെടുത്ത കണക്ക് പ്രകാരമാണെങ്കിൽ പോലും 360 അധിക ബാച്ചുകൾ വേണ്ടി വരും. ഇപ്പോൾ മലപ്പുറത്ത് അധിക ബാച്ച് അനുവദിക്കുന്ന സംബന്ധിച്ചുള്ള കമ്മീഷനാണ് നൽകിയിരിക്കുന്നത്. 100-ലധികം ബാച്ച് വേണമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്, സൂചനകൾ വരുന്നുണ്ട്. കൃത്യമായ വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് പുറത്തുവിട്ടിട്ടില്ല. അതിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ശരിക്കും വേണ്ട 198 ബാച്ചാണ്. ഇനി എത്ര ബാച്ച് അനുവദിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അതേസമയം തന്നെ പാലക്കാടും കോഴിക്കോടും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും പ്രതിസന്ധി രൂക്ഷമാണ്. അവിടത്തെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്തായാലും ആ തീരുമാനം വരുന്നതനുസരിച്ച് വേണം നമുക്കിതിനെ വിലയിരുത്താൻ. എന്തായാലും 360 ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ മലപ്പുറത്തെ ഈ വർഷത്തെ +1 പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ.